അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു ബാബുൽ ളുഹാ. സ്വർഗത്തിൽ നിശ്ചയമായിട്ടും ഒരു ബായിലുണ്ട്. ആ ബായിലെ പേര് ബാബുൽ ളുഹാ ആയിട്ടിക്കട്. സ്വർഗത്ത് 8 ബായലുണ്ടല്ലേ, ആ കൂട്ടത്തിൽ ഒരു ബായലിൻ്റെ പേര് ബാബുൽ ളുഹാ. ഫൈദാ കാന യൗമൽ ഖിയാമ യുനാദി മുനാദിൻ ഐനല്ലദീന കാനു യുദായിമൂന അലാ സ്വലാത്തിൽ ളുഹാ. നാളെ പരലോകത്ത് മനുഷ്യന്മാർ എത്തിയപ്പോൾ അവിടെ വിളിച്ചിട്ട് കേൾക്കപ്പെട്ടു, എപ്പോഴും ളുഹാ നിസ്കാര ദായ്മയാക്കിയങ്ങയുള്ളാർ, ദിനനിത്യം ളുഹാ നിസ്കരിച്ചങ്ങയുള്ളാർ. ഹാദാ ബാബുക്കും ഫദ്ഖുലൂ. ഇത് നിങ്ങളെ ബായിലായിട്ടിക്കട്ടെ, ഈ ബായിലോട് കൂടെ നിങ്ങൾ സ്വർഗത്തേക്ക് പ്രവേശിക്കുകൊണ്ട് അങ്ങനെ വിളിച്ചിട്ട് ചൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, എന്തൊരു ഭാഗ്യമായിട്ട് ദുനിയാവിൽ ളുഹാ നിസ്കാര എപ്പോഴും ദായ്മയാക്കി നിസ്കരിക്കണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടത് ബാബുൽ ളുഹാ ചെല്ല ബായിൽ കൂടെ ആയിട്ടിക്കടുണ്ട്. അപ്പോൾ ളുഹാ നിസ്കാര വലിയൊരു പോരിശമുള്ള ഒരു നിസ്കാരമായിട്ടിക്കട്. ആരെങ്കിലും എപ്പോഴും ളുഹാ നിസ്കരിച്ചെങ്കിൽ ലം തജിദിൽ ഫാക്കത്തു, അവനക്ക് എന്താവല്ലേ, ഫാക്കത്ത് എത്തിക്കല്ല, ഫാക്കത്തിൽ നിന്ന് ദാരിദ്ര്യ ബടത്തന അവനക്ക് ഉണ്ടാവല്ല, അവിടെ കീസൽ കാസില്ലാണ്ടാവല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ളുഹാ നിസ്കാരം നാളെ സമ്പത്ത് വൃദ്ധനാക്കുകയും നാളെ ബടത്തന നീകിസവും ദുനിയാവിൽ അത് സഹകാരിയാവിടും. ആഖിറത്തിൽ നമുക്ക് ആ ളുഹാ നിസ്കാരത്തും കാരണം കൊണ്ടു സ്വർഗത്തിൽ പ്രവേശിക്കുകയും ബാബുൽ ളുഹൽ മുഖാന്തര സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചാൻസ് കിട്ടുക. അപ്പോൾ ഞങ്ങളെ കഷ്ടങ്ങളെല്ലാം നീക്കപ്പെട്ടു, ഞങ്ങൾക്ക് മനഃശാന്തി കിട്ടു, ഞങ്ങളെ ഫിനാൻഷ്യൽ സമസ്യകളെല്ലാം നീക്കപ്പെട്ടു, ഞങ്ങൾക്ക് ഐശ്വര്യം അല്ലാഹു തന്ന എന്ന് മാത്രമല്ല. എന്നൊരു ഹദീസ് നോക്കൂ, ഒരാൾ സുബൈ ജമാഅത്ത് പോയിട്ട് സുബൈ നിസ്കരിച്ചിട്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് അള്ളാഹുടെ സിക്റിലായിട്ട് ഖുർആനും സ്വലാത്തും സിക്റിലായിട്ട് വെച്ചിട്ട് എന്നിട്ട് സൂര്യ ഉദയിച്ചിട്ട് ഒരു റുംഹയുടെ കതിർ, റുംഹ ചെന്നിങ്ങ ഒരു ചവറാണ് മലയാളത്തിൽ ചെല്ലാറ്, ഈട്ടി യുദ്ധത്തിൽ ഈട്ടി ചെല്ല ഒരു സാധനമുണ്ട്. അതായത് ഒരു വലിയ യുദ്ധത്തെ ഒരു ധ്വന്ന പോലത്തെ ഒരു സാധനം, അതിലെ കൊടിയിൽ ചൂപ്പിക്കിട്, അത് വലിച്ചെറിഞ്ഞിട്ട് ശത്രുങ്ങനെ കൊള്ളതായ ഒരായുധമായിട്ട് കിടത്. അതിരത്ര മേൽ സൂര്യ വന്നെങ്കിൽ ളുഹാ നിസ്കാരത്ത് സമയമാവും. അങ്ങനെ ഇയാൾ ജമാഅത്ത് നിസ്കരിക്കുക പോയിട്ട് അവിടെ മേൽ വെച്ചിട്ട് അള്ളാഹുടെ സ്മരണയിലായിട്ട് വെച്ചിട്ട് ദിക്റിലായിട്ട് ഖുർആൻ ഓതിട്ടെല്ലാം വെച്ചിട്ട് അങ്ങനെ ളുഹാ നിസ്കാരത്തെ സമയത്തോട് വെച്ചിട്ട് എന്നിട്ട് ളുഹാ നിസ്കരിച്ചിട്ട് വന്നെങ്കിൽ കാനത്ത് ലഹു ഹജ്ജത്തുൻ വ ഉംറത്തുൻ, അയാൾക്ക് ഹജ്ജ് ഉംറ കഴിഞ്ഞ് കൂലി കിട്ടു. താമത്തുൻ 3 വട്ടം ചെന്ന് പരിപൂർണമായ ഹജ്ജ് പരിപൂർണമായ ഉംറ ചെയ്ത് കൂലി കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊരു പോരിശമുള്ള കാര്യമായിട്ടിരിക്കണം. ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങൾ ളുഹാ നിസ്കരിക്കുമ്പോൾ പല ആൾമാരും സുബൈ നിസ്കരിച്ചിട്ട് കുറേ നാദിച്ചിട്ട് തെല്ല് നേരമാകുമ്പോൾ എണിച്ചിട്ട് ളുഹാ നിസ്കരിക്കാറ്. അങ്ങനെ ആവോ തീരാ. അതിൽ ടൈം ആവട്ടെ ഞങ്ങൾ നിസ്കരിച്ച ടൈം ചിലപ്പോൾ ഹറാമായിട്ട് ഉണ്ട്. സുബൈ നിസ്കാരത്തിൽ പിന്നെ വേറൊരു സുന്ന നിസ്കാരം നമുക്ക് ഹറാമായിട്ട്, കാരണമില്ലാത്ത സുന്ന നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കുക തീരാം. അപ്പോൾ ളുഹാ നിസ്കാരത്തെ ടൈം എത്ര, ഒരു സൂര്യോദയ ഉണ്ടായിട്ട് പിന്നൊരു 20 മിനിറ്റ് നമുക്ക് മേലെ പോകണം. ചെന്നെങ്കിൽ സൂര്യോദയ ചെന്നെങ്കിൽ സാധാരണ എല്ലാ സുബൈ ബാങ്കിൽ പിന്നെ സുബൈ ബാങ്കയുടെ ഒരു 80 മിനിറ്റിൽ പിന്നെ സൂര്യോദയം ആവും. 80 മിനിറ്റിൽ പിന്നെ 1 ഗಂಟೆ 20 മിനിറ്റിൽ സൂര്യോദയം ആവും. എന്നിട്ട് പിന്നെയും സൂര്യ മേൽ പോകണം, പിന്നെ ഒരു 20 മിനിറ്റ് പോകണം, അപ്പോൾ ഒരു 100 മിനിറ്റ് ആവും. അപ്പോൾ പ്രതി ബാങ്കയുടെ 100 മിനിറ്റിൽ പിന്നമേ ഞങ്ങൾ ളുഹാ നിസ്കരിക്കണം. അത് ഇഷ്റാഖിൻ്റെ സമയം ചെല്ലാറ്. സ്വലാത്തുൽ ഇഷ്റാഖിൻ്റെ ഒരു നിസ്കാരമുണ്ട്. ഇഷ്റാഖും ളുഹാ ഒന്നേണ്ടും ചെന്ന ഇമാമിങ്ങൾ ഉള്ളാറ്. ഏതായാലും നമുക്ക് ഇഷ്റാഖ് വേണ്ടി നിസ്കരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ളുഹാ നിസ്കരിക്കാം.
ഏതായാലും ബാങ്കിൽ പിന്നെ ജമാഅത്തിൽ പിന്നല്ല, ബാങ്കിൽ പിന്നെ 100 മിനിറ്റ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ളുഹ നിസ്കരിക്കണം. അതിനിടയിൽ നിങ്ങൾ ഫുള്ള് അള്ളാഹുടെ ഇബാദത്തിലായിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉംറത്തെയും ഹജ്ജിനെയും പൂർണ്ണമായ കൂലി കിട്ടുക. ഇന്ന് ചില ആൾമാർക്ക് സുബഹി നിസ്കരിച്ചപ്പോൾ കുറേ പണിയല്ല ഇക്കിടും. ചിലപ്പോൾ പെൻഡിങ് ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും അടിക അതെല്ലാം ഇക്കിടും. ആണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പണിക്കിടും. അപ്പോൾ എനിക്ക് അങ്ങനെ ദീക്കടി നിങ്ങൾക്ക് സാധ്യമുണ്ടോ ചെന്ന് കേൾക്കണ്ട. ആ സമയത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് അള്ളാഹുടെ ദിക്റിലായിട്ട് പെൻഡിങ് ആവത്തുള്ള പണിയെടുക്കുമ്പോഴല്ലോ എന്താക്കുക, സ്വലാത്ത ദിക്റ എന്നായി ചൊന്നുകൊണ്ടിരിക്കുക. 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാണ്ട് ആ സമയത്തിൽ ഒരു ഭാഗത്ത് സ്വലാക്കേണ്ടിരിക്കുക, എന്നൊരു ഭാഗത്തിൽ പിന്നെ ദിക്ർ ചൊന്നുകൊണ്ടിരിക്കുക. അതുപോലെ ബാക്കി ആണെങ്കിൽ എന്തെങ്കിലും വേറെ പണി നിന്നിട്ടെങ്കിൽ ബായിൽ ദിക്ർ വാക്കിംഗ് ആക്കുന്ന ചില ആൾ മാറിക്കാറ് ബായിൽ ദിക്ർ ചൊന്നുകൊണ്ടിരിക്കും. അനാവശ്യം ചൊല്ല പോകണ്ട. ഈ വാക്കിംഗ് എല്ലാം പോകുമ്പോൾ കുറേ ആൾമാർ കൂടെ ചങ്ങായിമാരെ കൂട്ടിയിട്ട് പോകണ്ടാറ്. നല്ല വിഷയം മാത്രം ചങ്ങായിമാരുടെ പലക്കവഞ്ഞ് പോകത്തില്ല. ഞങ്ങളെ എന്തെങ്കിലും ദിക്ര ഹൗറാദ് ചൊന്നിട്ട് പോവാം. പലക്കവഞ്ഞ് പോയെങ്കിൽ എല്ലാം അനാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബംഗാരം പോലത്തെ ടൈം ആ ടൈമിൽ ഞങ്ങൾ എന്താക്കില്ല അനാവശ്യം കൊണ്ടിട്ട് കാലക്കളയോ തീരാം. ആ നിലക്ക് ദീനുമായിട്ട് ബന്ധപ്പെട്ടതായ ദിക്റോ സ്വലാത്തോ ഖുർആനോ ചെന്നിട്ട് ആ സമയത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായ ഹജ്ജ് ഉംറ ചെയ്യുന്നതായ കൂലി കൊണ്ടു. സൂര്യോദയത്തെ ചെന്നല്ല ആ ടൈമത്തോളം അതിന് മുന്നോട്ട് നിസ്കരിച്ചിട്ടോ തീരാം. അതിൽ പിന്നെ നിസ്കരിക്കുക. 100 മിനിറ്റ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക. അപ്പോൾ പിന്നെ ളുഹ നിസ്കാരത്തിൽ അത്ര പവിത്രത്തെ കൊണ്ട് അതിനെ ഞങ്ങൾ എപ്പോഴും നിസ്കരിക്കുക ദായ്മയാക്കണം. എങ്കിൽ ഞങ്ങളെല്ലാം കഷ്ടകാർപ്പം നിങ്ങൾ നീക്കപ്പെട്ടു. ഞങ്ങൾക്ക് അള്ളാഹു ജീവിതത്തിൽ ഐശ്വര്യത്തണ്ട ബടത്തണ നീക്കപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തിട്ട് ആ സ്വർഗത്തെ ബാബുൽ ളുഹൽ മുഖാന്തര സ്വർഗത്ത് പ്രവേശിക്കുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ പരിവാരത്തും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.